ഇതെന്താണ് കയ്യിൽ റോക്കറ്റാ? ഇത് അടിപൊളി ഒരു സാധനമാണ്. നമസ്കാരം. 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 ഇതെന്താണ് സംഭവം? നമ്മള് ഈ ചെറിയ വാർപ്പും വലിയ വാർപ്പുമായിട്ടൊരു വലിയ സംഭവമുണ്ട്. ചെറിയ വാർപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വാർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്താണെന്ന് പറയുന്നത് ഒരു മ്യൂസിയത്തിലുണ്ട്. അപ്പം വലുത് നമുക്കിനി ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി പൈസയാവും. പക്ഷേ നമ്മൾ ചെറുത് ചെയ്യാൻ പറ്റും. ചെറുത് എത്രയാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് ഇപ്പോൾ ഉള്ളത് നിലവില് 170 ഗ്രാമിന്റെയാ. പക്ഷെ ഇത് അതിലൊക്കെ കൂടുതലാണല്ലോ. ഇത് വലുതാണ്. ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പ്രജനെ തനതായിട്ടുള്ള വാർപ്പിന്റെ രീതി ഇതാണ്. മനസ്സിലായോ? ഇതൊരു കൗതുകം കൊണ്ട് ചെയ്തൊരു സാധനമാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ദശാവതാര വാർപ്പെന്ന് പറയും. ഇതിനകത്ത് കണ്ടേ, ഇതുണ്ടോ 10 അവതാരങ്ങളുണ്ട്. ഇതുണ്ടോ 10 അവതാരമുണ്ട്. ഇതെല്ലാം നമ്മൾ തനതായിട്ടുള്ള രീതി ചെയ്തെടുത്തതാ. കണ്ടോ ഈ സംഭവം എല്ലാം കണ്ടോ, എല്ലാ വർക്കും നോക്കിയോ. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വാർപ്പെല്ലാം കണ്ടോ, ഇതിൻ്റെ പല ടൈപ്പ് വാർപ്പുകൾ നമ്മൾ കാണാറുണ്ട്. ഇനി കാണാൻ പോകുന്ന അടിപൊളി ഒരു സാധനമാണ്. ഇത് കണ്ടോ, ഇത് 6 കാതുണ്ട്. കണ്ടോ 6 കാത്. ഇതിന് വർക്ക് നോക്കിയ പറഞ്ഞേ. ഇത് ഈ പിന്നെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എന്തുവാ വലിപ്പത്തില് ചുമ്മാ ചെറുത് കാണിക്കാൻ വേണ്ടി ചെയ്തല്ല, തനതായിട്ടുള്ള രീതിയിൽ എല്ലാ ഭംഗിയിലുണ്ട്. പ്രജനെ മുന്തിരിവള്ളി കണ്ടോ, എന്ത് സ്റ്റൈലാ നോക്കിയത്. ഇത് 220 ഗ്രാം ഉണ്ട്. പിന്നെ എങ്ങനെ മറ്റേ ഏറ്റവും ചെറുത് 170 പറഞ്ഞത്? 170. അതിൽ താഴെയുള്ളത് കണ്ടാൽ മതിയല്ലോ. അതിന് താഴെയുണ്ട്, നമുക്ക് കാണിക്കാം. ഇതിലും താഴെ ഉണ്ട്. ഇത് കണ്ടോ. ഇനി അടുത്ത നമുക്ക് ഇതിലും താഴെയുള്ളത് കാണാം. ദേ കണ്ടോ, ഇതില് ചെറുതാണ് കണ്ടോ. പ്രജനെ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 140 ഗ്രാമേ ഉള്ളൂ. 140 ഗ്രാം. റെക്കോർഡ് കിട്ടിയത് 170 ആണ്. പക്ഷെ നമ്മുടെ ഇരിക്കുന്നത് 140 ഗ്രാം. പക്ഷെ ഈ 140 ഗ്രാം എന്ന് പറഞ്ഞാലേ ഇതിന് ചുമ്മാ അങ്ങ് വെയിറ്റ് കുറച്ചതല്ല. ഇത് സംഭവം ഇതിനെ കണ്ടോണം. ഇതിനകത്ത് ദേ പല്ലിയുണ്ട്, ദേ ശംഖുണ്ട്, പൂവുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രക്കലയുണ്ട്. പിന്നെ ഇതിനാണോ അടിയിൽ കറക്റ്റ് ആയിട്ടുള്ള. അതുപോലെ ഇതിന്റെ ഷേപ്പ് നോക്കിയേ, ഇതിന്റെ ആ ഷേപ്പ് കണ്ടോ. ഇത് 4 കാതുള്ള, കാതിന് മുകളിലുള്ള വർക്ക് വരെ ഉണ്ട്. എല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. ദേ ഈ വാർപ്പ് തമ്മിലുള്ള വ്യത്യാസം തന്നെ കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കോ, ദേ എൻ്റെ ഈ 3 വിരലിനകത്തിരിക്കും ഈ വാർപ്പ് കണ്ടോ. ഈ 3 വിരൽ കൈയുടെ ഇവിടെ വെക്കുവാന്ന് ഏതാണ്ട് എൻ്റെ ചെറിയ കൈ, എന്നിട്ട് പോലും ഇത് അടച്ചു. ഇതാണ് ലോകത്തിലെ തന്നെ ഇപ്പോഴ് നിലവിലുള്ള. ഇനി ഇതിന്റെ ചെറുതുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ. ഇത് 170 ഗ്രാം. 170 ഗ്രാം. ഇത് 140 ഗ്രാം. ഇത് 140 ഗ്രാം. ഇത് 220 ഗ്രാം. ശരിക്കും റെക്കോർഡുള്ള 170 ഗ്രാമിനാ. അപ്പൊ ഇത് ശിലാമ്യൂസിൽ എത്തിയാൽ നിങ്ങൾക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. അതിന്റെ സൈസ് കാണുമെങ്കിൽ ഇവിടെ വെക്കാം. ഇത് കണ്ടോ, അത് വെച്ചു. ഇത് വെക്കാം. ഇനി അതിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കാം. ഇപ്പം വാർപ്പെന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിൽ പറയുന്നതാണ്. ഇത് വടക്കോട്ട് പറയുന്ന ചരക്കെന്നൊക്കെ പറയും. ചരക്കെന്നൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും അവിടെ ആയിട്ട് വ്യത്യാസമുണ്ട്. ഇത് അടിപൊളി ഒരു സാധനമാണ്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു വർക്കല്ല പ്രജനെ. ഇത് താഴോട്ട്, ഇത് തടിയാ, ഇതെല്ലാം തടിയാ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു സാധനമാണ്. നമ്മൾ ഇത് കണ്ടോ, ഇതിന്റെ വർക്ക് കണ്ടോ പ്രജനെ. ഇത് മൊത്തം നോക്കിയേ, ഓരോ സാധനങ്ങളും നോക്കിയേ. ഇതിന്റെ പേപ്പറാ, എന്തൊരു ഇത് പേപ്പറാ. മേളിലെല്ലാം പേപ്പർ. ഇത് കണ്ടോ, മേളിലെല്ലാം പേപ്പറാ. ഈ സൈഡിന്റെ വർക്ക് നോക്കിയേ, നൂലും അതുപോലെ തന്നെ മുളയാണ് ഫുള്ള്. എന്തൊരു വർക്കാണെന്നറിയോ. ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. മാത്രമല്ല ഈ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ്. തായ്ലൻഡിന്റെ ഏറ്റവും അടിപൊളി ഒരു സാധനമാണ് ഇത്. കൊട കണ്ടോ. ഇതിന് വർക്ക് നമ്മൾ മേടിക്കുന്ന കൊടയെക്കാട്ടി എന്ത് സ്റ്റൈലാ നോക്കിയേ. അത് തന്നെ പേപ്പർ നല്ല ക്വാളിറ്റിയാ. ഇത് കണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് അടയ്ക്കുന്നു, കറക്റ്റ് ആയിട്ട് വരുന്നു. അതുപോലെ നൂരും തന്നോണേ കണ്ടോ, എന്ത് സൂപ്പറാ നോക്കിയേ. ഇവിടെ നിന്ന് വെച്ച് നോക്കിയേ, കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട്. നോക്ക്, ഇത് എത്ര നാളായി മേടിച്ചിട്ട്? ഇതിപ്പോ ഒരു 4 വർഷമായി. 4 വർഷമായി. ഒരു കുഴപ്പമില്ല. ഒരു 50ഓളം കല്യാണത്തിന് നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇവിടുന്ന് സ്റ്റുഡിയോക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇതിനൊരു കംപ്ലൈന്റും ഇല്ല. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഒരു കുടക്കേ എത്ര ആണ് നിൽക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് മടക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് ഇതങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കോടയുടെ പരിപാടി കഴിഞ്ഞത്. റോക്കറ്റ് ഇരിക്കുമ്പോൾ ഇത് നോക്ക്, ഇങ്ങനെ കൊണ്ടുപോകണം. എന്ത് സ്റ്റൈലാ പ്രജനെ. ഇപ്പൊ റേഡിയോയിൽ വരെ നമ്മൾ കേൾക്കാറുണ്ട്, 1 രൂപ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലക്ഷങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പരസ്യങ്ങളാണ്. യൂട്യൂബ് നോക്കിയാൽ അതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കിയോ, എൻ്റെ കയ്യിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നാണ് 1 രൂപ നോട്ട് തുടങ്ങിയിടം തൊട്ട് 1950കളിലാണ് ആദ്യത്തെ 1 രൂപ നോട്ട് തുടങ്ങി. ഇനി 61ഓളം വെറൈറ്റി, 60ഓളം വെറൈറ്റിയാണ് 1 രൂപ ഇറങ്ങിയിരിക്കുന്നത്. അത് ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നോട്ട് ഒറിജിനലാണ്. എടുത്ത് കാണിക്കാം. ഇത് ഒറിജിനൽ നോട്ടാണ് കണ്ടോ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒറിജിനൽ നോട്ട്. അങ്ങനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ 1ഉം 2ഉം ഒന്നും അല്ല, അങ്ങനെ 60 വെറൈറ്റിയാണ്. ഏറ്റവും ലാസ്റ്റിൽ ഒരു 1 രൂപ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ കാണിക്കാം. ഇതിനകത്ത് വേറെ പ്രത്യേകത ഉണ്ട് പ്രജനെ.
ഇതിനകത്ത് ആരാണ് സൈൻ ചെയ്തേക്കുന്നത്, ആ വർഷം എല്ലാം ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം. ലാസ്റ്റ് കണ്ടേക്കുന്ന 1 രൂപ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ 1 രൂപ ഇറങ്ങിയിരിക്കുന്ന നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ 1994 നിർത്തിയത്. അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയേ, ലാസ്റ്റ് ഇറങ്ങിയ 2015 നോട്ടായത്. 2015 നോട്ടാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിനകത്ത് ഇതാണ്ട് A സീരീസ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യ സമയത്ത് തന്നെ കളക്ട് ചെയ്ത് അന്നേരം തന്നെ കളക്ട് ചെയ്ത്. അപ്പം ഇത് ഈ പറയത്തില്ലേ ഒത്തിരി ആൾക്കാർ ഈ ലക്ഷങ്ങൾ കിട്ടുന്നത്, ഒരിക്കലും എനിക്കറിയത്തില്ല ലക്ഷങ്ങൾ കിട്ടുമെന്നുള്ളത്. അങ്ങനെ ലക്ഷത്തിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇവിടെ എല്ലാ സൈസ് ബുക്കുകളും ഉണ്ട്. ഈ പറഞ്ഞ കളക്ഷൻകാരുടെ ഈ 1 നോട്ടുകളുണ്ട്. ഇത് ഹോൾ കോയിൻ എന്നൊക്കെ പറയും, നമ്മൾ ഓട്ടക്കാരൻ എന്നൊക്കെ പറയത്തില്ലയോ, അങ്ങനെയുള്ള ഹോൾ കോയിന് 60 രാജ്യങ്ങൾ, ഏകദേശം 60 രാജ്യങ്ങളാണ് ഇറക്കിയിരിക്കുന്നത് ഒഫീഷ്യലായിട്ട്. പിന്നെ ഒത്തിരി ഹോൾ കോയിനുകൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒഫീഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന 60 രാജ്യങ്ങളാണ്. ഈ 60 രാജ്യത്തിന്റെ ഹോൾ കോയിൻ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനിപ്പോ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പൊ നമുക്ക് കിട്ടാൻ പോവാ, അതിനെല്ലാം കൊടുത്തു. ഇതിനകത്ത് നമ്മുടെ എല്ലാ രാജ്യത്തിനും ഓരോ രാജ്യത്തിന്റെയും ഓരോ കോയിൻ വെച്ച് ഓട്ടക്കാരണ എന്ന് പറയുന്ന നമ്മുടെ കോയിനുള്ള പിന്നെ ഇത് ഹോളുള്ള നോട്ടില്ലയോ, പാകിസ്ഥാന്റെ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ രാജ്യത്തിനും ഉണ്ട്. അങ്ങനെ 60 രാജ്യങ്ങളുടെ ഹോൾ കോയിൻ ഇപ്പൊ നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ എത്തിയാൽ കാണാൻ പറ്റും.